സ്നേഹം ആ സ്നേഹത്തിൽപ്പെട്ടതാണ് ഏത് അവർ തിന്മയിലേക്ക് പോകുമ്പോൾ നിയന്ത്രിക്കുക എന്നത് മക്കളോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ്. അതിന് ഏത് അറ്റം വരെ നമ്മൾ പോകേണ്ടി വരും നല്ല രീതിയിൽ. മറ്റൊന്നാണ് സ്നേഹം കൊടുക്കുക എന്നത്. അവർക്ക് ചുംബനം കൊടുക്കണം. ഇന്ന് 10ാം ക്ലാസ്സിലും 5ലും പഠിക്കുന്ന കുട്ടികൾക്ക് ലോകത്ത് ചുംബനം ലഭിക്കുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ ഗവേഷണം. ചുംബനം കിട്ടുന്നില്ല, മക്കൾക്ക് ചുംബനം കിട്ടുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പേരക്കുട്ടികളെ ചുംബിക്കുമ്പോ അക്രബിന് ഹാബിസ് എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഇന്ന് വരെ ഞാൻ ചുംബിച്ചിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞു, കാരുണ്യം ചെയ്താലേ അള്ളാഹു തആല കരുണ നടത്തൂ. സ്നേഹം ഉണ്ടായാൽ കൊടുക്കാൻ കഴിയണം. അങ്ങനെ സ്നേഹം ചുംബനത്തിലൂടെ കിട്ടി വളർന്ന കുട്ടിയാണെങ്കിൽ ഭാവിയിൽ ആ കുട്ടി മാതാവിനും പിതാവിനും ചുംബനം നൽകും. ആ ഒരു അവസ്ഥയിലേക്ക് മാറും. സ്നേഹം എന്ന് പറയുന്നത് മാർക്ക് കുറയുമ്പോഴും സ്നേഹം കൊടുക്കണം. ചില രക്ഷിതാക്കളുണ്ട്, ഇംഗ്ലീഷിന് 50 മാർക്ക്, ബയോളജിക്ക് 50, കെമിസ്ട്രിക്ക് 50, എല്ലാത്തിനും 50 കിട്ടുമ്പോ അഭിനന്ദനവും പ്രോത്സാഹനവും എല്ലോ. അതേ സ്ഥാനത്ത് നേരെ ചുവട്ടുള്ള കുട്ടിക്ക് 2 മാർക്ക് ഒന്നിന്, 3 മാർക്ക് വേറൊന്നിന്, 4 മാർക്ക് ഒന്നിന്, അതിനോട് പ്രശ്നമായിരിക്കും. ആ സമയത്ത് കൊടുക്കണം സ്നേഹം. പൊന്നാര മോനെ, സാരല്ല, നീ അടുത്ത തവണ ഒന്ന് ഉഷാറാക്കിയാൽ മതി, ഒരു പ്രശ്നവുമില്ല എന്ന് പറയണം. അതാണ് സ്നേഹം. അത് കുട്ടിയെ തിരിച്ചറിയണം. തിരിച്ചറിയാത്ത സ്നേഹം അത് സ്നേഹമാവുന്നില്ല. ഇന്ന് വരെ എന്റെ രക്ഷിതാക്കളോട് ഞാൻ ചോദിക്കട്ടെ, പുതിയ ഡ്രസ്സ് ധരിച്ച് നല്ല പേന്റും കുപ്പായോട്ട് വന്ന് കല്യാണത്തിന് പോകുമ്പോ ഡ്രസ്സ് ഇങ്ങനെ ഒരുങ്ങി വരുന്ന സമയത്ത് ആ കുട്ടിയുടെ മുഖത്ത് നോക്കി നമ്മൾ പറഞ്ഞോ, മോനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നീ എന്റെ കരളിന്റെ കഷ്ടമാണ്. നിങ്ങളുടെ മക്കളോട് പറഞ്ഞു, നിങ്ങൾ മോളെ നീ എന്റെ കരളിന്റെ കഷ്ടമാണ്, നീ എന്റെ ഇഷ്ടമാണ്, നമ്മൾ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് കേൾക്കാത്ത കുട്ടി എന്താ ചെയ്യാന്നറിയോ? ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ കാത്തിരിക്കും ബസ്സിന്, കോളേജിൽ പോകാൻ വേണ്ടി. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് നേരെ നിർത്തുന്നു. എന്നിട്ട് ഇയാള് പറയും, മോളെ നീ എന്റെ കരളിന്റെ കരളാ, നീ എന്റെ കുരലിന്റെ കരളുവാ, നീ എന്റെ ഇഷ്ടമാണ്. ഇവളിങ്ങനെ അന്തം വിടും, പടച്ചോനെ ഞാൻ കരളിന്റെ കരളോ, വീട്ടിൽ നിന്ന് എപ്പോഴും കൊരങ്ങത്തിന്നാ കേൾക്കുന്നത്. അല്ലാ, എന്റെ സ്നേഹം കേൾവിയിലൂടെ കൊടുക്കണം. സ്നേഹം കേൾവിയിലൂടെ കൊടുക്കണം. സ്നേഹം കാഴ്ചയിലൂടെ കൊടുക്കണം. ഇവൻ ഇന്നലെയും 5 ദിവസം തുടർച്ചയായി പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കാൻ പോയതിന്റെ പേരിൽ നേരെ ഒരു ഫുഡ് അല്ലെങ്കിൽ നേരെ ഒരു സമ്മാനം നമ്മൾ കൊടുത്തിട്ടില്ല. അതേ സ്ഥാനത്ത് ജയിച്ചതിന്റെ പേരിൽ മഞ്ജു വാങ്ങിക്കൊടുത്തു. ഇതാ ചെയ്തത്. സ്വഭാവ രൂപീകരണം നടക്കുന്നതാണ്. അതുകൊണ്ട് സ്നേഹം തിരിച്ചറിയുന്ന രീതിയിൽ കൊടുത്താൽ മാത്രമേ കുട്ടികളുടെ മാനസിക വളർച്ച നടക്കൂ. മാനസികമായ വളർച്ചയ്ക്ക് അവർക്ക് കൊടുക്കുന്ന കളിക്കോപ്പവും പ്രധാനമാണ്. ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചോ, എന്ത്? ഒരു അമേരിക്കയിൽ 4 വയസ്സുകാരി വെടിവെച്ചു കൊന്നു തന്റെ സഹോദരനെ, പിഞ്ചു സഹോദരനെ. ഇപ്പൊ അടുത്ത് കുറെ സംഭവങ്ങൾ നടന്നു. വാങ്ങിക്കൊടുത്തത് എന്താണ്? അവരുടെ തെറ്റായ സ്വഭാവ രൂപീകരണം നടക്കുന്ന മാനസിക വളർച്ചയ്ക്ക് വിഘാതം ഉണ്ടാക്കുന്ന തോക്കാണ്. എന്നാൽ പഠിച്ചു വെച്ചോളി, നിങ്ങളുടെ കുട്ടിയുടെ ബുദ്ധി വളർച്ച, മാനസിക വളർച്ച എല്ലാം നടക്കണമെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ കൊടുക്കുന്ന ടോയ്സുകൾ, ഉപകരണങ്ങൾ, കളിക്കോപ്പുകൾ ബുദ്ധി വളർച്ചക്കും അവന്റെ സർഗാത്മക കഴിവ് വളരുന്നതിനും ആവണം. എന്നാ പെൺകുട്ടികൾക്ക് എന്താ കൊടുക്കേണ്ടത്? പാവച്ചുട്ടി. അതന്നെ, പാവച്ചുട്ടിനെ കൊടുക്കണം. ആ പാവച്ചുട്ടിനെ കൊടുക്കുന്നതിനാ, പാവക്കുട്ടിനെ കൊടുക്കുന്നതിനാ, ഡോളിനെ എന്തിനാ കൊടുക്കുന്നത്? ഇവരെ കുളിപ്പിച്ച് റെഡിയാക്കി, പുതുപ്പിട്ട് റെഡിയാക്കി അതിനെ വളർത്തുന്ന രീതി ചെറുപ്പത്തിലെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കഴിവ് കുട്ടികളുണ്ടാവും. ജസ്റ്റ് ഒന്ന് നോക്കിയാട്ടെ. തോളിലിട്ടുറക്കിക്കോ, തോളിലിട്ടുറക്കിക്കോ. ഇതാ കൊടുക്കേണ്ടത്. ആൺകുട്ടിയാണെങ്കിലോ ചിലപ്പോ JCB വാങ്ങി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിന് പറ്റുന്ന കളിക്കോപ്പുകളായിരിക്കണം. എന്തിനാ? കാരണം അവന്റെ സർഗാത്മക കഴിവ് വളരാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോ ഉണ്ടാവും ചില രക്ഷിതാക്കൾ നല്ല കളിക്കോപ്പ് വാങ്ങി കൊടുക്കും. നോക്കുന്ന സമയത്ത് ഇവൻ നല്ല രൂപത്തിൽ അതൊക്കെ പൊട്ടിച്ച് അതിന്റെ സ്ക്രൂ ഒക്കെ മാറ്റിയിട്ട് ഇതിന്റെ ഉള്ളിൽ എന്താ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാനുള്ള പുതിയ എല്ലാം പൊട്ടിച്ചും കൊണ്ട് എടുക്കും. ഇത് കാണുമ്പോ ചില രക്ഷിതാക്കൾ അടി. ഇത് 200 റുപ്യന് പൊട്ടിച്ച് കാണുമ്പോ പിതാവിനും മാതാവിനും ദേഷ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ എന്താ സംഭവിച്ചത്. ഇവൻ ഇത് വർക്ക് ചെയ്യിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഇവന്റെ തലച്ചോറിൽ എഞ്ചിനീയറിംഗ് സ്കില്ല് വളരുന്നുണ്ടായിരുന്നു.
തലച്ചോറിൽ വർക്ക് ചെയ്യാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഭാവിയിൽ ഞാൻ ഒരു എഞ്ചിനീയർ ആകാൻ പോവാണ്. അതിന്റെ എല്ലാ മേഖലയെ കുറിച്ചും അറിയാൻ വേണ്ടിയിട്ടുള്ള വർക്കിംഗ് നടത്തിയിരുന്നത്. നോക്കുമ്പോ എന്താ സംഭവിച്ചത്? തലക്കടിയാ കൊണ്ടല്ല എന്റെ എഞ്ചിനീയറും പോവും, പിന്നെ വളരൂല. അത് അവന്റെ സർക്കാർ കഴിവിനാണ്. അത് ചെറുപ്പത്തിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ മക്കളെ ചെറുപ്പത്തിലെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവരുടെ അഭിരുചി നോക്കിയിട്ട് അവരുടെ കഴിവ് നോക്കിയിട്ട് അതിന് പറ്റുന്ന ടൂൾസുകൾ വാങ്ങി കൊടുക്കണം മാനസിക വളർച്ചക്ക്. എങ്കിൽ മാത്രമേ ഭാവിയിൽ അവരെ കൊണ്ട് ഗുണമുണ്ടാവൂ. ഇന്ന് പെർഫോമൻസ്, കഴിവാണ് വേണ്ടത്. കഴിവ് വേണം, അല്ലാതെ പഠനം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. കഴിവ് വേണം. ആ കഴിവ് ചെറുപ്പത്തിലേ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ വെക്കേഷൻ സമയത്ത് മുട്ടായി കച്ചവടം നടത്തി എത്ര ആൾക്കാരുണ്ട് കൂടുതൽ? മിഠായി കച്ചവടം നടത്തണം. ഞാൻ വെറുതെ പറയില്ല. എന്താ കാരണം? ഇവൻ മിഠായി കച്ചവടം നടത്തുമ്പോൾ ഇവനിൽ ഒരു പക്വത രൂപപ്പെടുന്നുണ്ട്. എന്ത് പക്വത? ബിസിനസ്, ഫിനാൻഷ്യൽ ഇന്റലിജൻസ്, സാമ്പത്തിക ബുദ്ധി. എല്ലാവർക്കും കഴിയണമെന്നില്ല. അപ്പൊ വരുന്ന ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെ കുറിച്ച് പറയും, എങ്ങനെ സംഭാഷണം നടത്തണമെന്ന് ചെറുപ്പത്തിലെ പഠിക്കും, എങ്ങനെ ഈ ബിസിനസ് നടത്തണം, കാൽക്കുലേറ്റിംഗ് എങ്ങനെ പഠിക്കണമെന്നതിനെ കുറിച്ച് പഠിക്കും. ഇത് അവന്റെ അനുഭവത്തിലൂടെ പഠിക്കുക. ആളുകളുമായി ഇടപെട്ടുകൊണ്ട് സോഷ്യൽ ഇന്റലിജൻസ്, സാമൂഹിക ബുദ്ധിയും കൂടി കിട്ടുക. ചിലപ്പോ നമ്മുടെ വീട്ടിലൊക്കെ ചില കുരുട്ടായ സംഭവങ്ങളൊക്കെ മക്കൾ പറയും, നമ്മൾ അവനെ കുറിച്ച് പൊട്ടെന്നറിയും, പഠിച്ചു വെച്ചോളി, അത് ബുദ്ധിയാണ്. ഒരിക്കലും നിശാരപ്പെടുത്താൻ പാടില്ല. അവരെ ചോദ്യത്തിന് പോലും കൃത്യമായ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കണം. അത്ഭുതങ്ങളായിരിക്കും അവർ കാണുക. കാരണം പഴയ മാതിരിയുള്ള മക്കളൊന്നല്ല. നിങ്ങൾ ആ പഴയ കാലത്ത് മഞ്ചാടിയും പഠിച്ച് കുത്തിരുന്ന ആൾക്കാരാണ്. ഇന്ന് ആ ലോകത്തൊന്നും മാറി മക്കൾ. പഴയ കാലത്ത് 20കാരനും 30കാരനും അറിഞ്ഞ വിവരങ്ങൾ ഇന്ന് 5 വയസ്സുകാരന്റെയും 3 വയസ്സുകാരന്റെയും കയ്യിലുണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ നെട്ടൂല.